ഇതുണ്ടോ, ഇത് ഇതിന്റെ ഫസ്റ്റ് ലെയറാണ്, നമ്മുടെ പാടിന്റെ ഫസ്റ്റ് ലെയറാണ്. ഇവിടെ നോക്കിക്കോളൂ, ഇത് പക്ക കോട്ടണാണ്, ഇത് പ്ലാസ്റ്റിക് ഇല്ല. അപ്പൊ നമ്മള് വെള്ളം ഇങ്ങോട്ട് പോയി നമ്മൾ നോക്കാൻ പോവാം. ഇതെല്ലാം ഞാൻ കീറുന്ന എല്ലാം കോട്ടണാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഈ ജെല്ലാണ് ഇപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളത്തിനെ അബ്സർവ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് സോഡിയം അബ്സർവൻ ജെൽ എന്നാ പറയുക. സോഡിയം അബ്സർവൻ ജെൽ എന്നാണ് ഇത് പറയുക. നമ്മുടെ ഉപ്പ് തന്നെയാണ്, ഉപ്പുണ്ടല്ലോ, ഉപ്പ് തന്നെയാണ്, ഉപ്പിന്റെ എക്സ്ട്രാക്ട് ആണ്. ഇതൊരു ജപ്പാനീസ് ബ്രാൻഡാണ്, സുമിറ്റോമ എന്ന് പറയുന്ന ബ്രാൻഡാണ്. 0% കെമിക്കലാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പാഡ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്ത കാര്യം ഇതിന്റെ ലാബ് ടെസ്റ്റ് എടുത്തു. എന്ന് നമുക്ക് ഉറപ്പ് വേണമല്ലോ, നമ്മളിത് വിദേശ പാടായതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ, പറയുന്നത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. നമ്മൾ ആദ്യം പോയിട്ട് ലാബ് ടെസ്റ്റ് എടുത്തു. നമുക്ക് ആര് വേണമെങ്കിലും ലാബ് ടെസ്റ്റ് വേണം. ഇതിന്റെ PDF എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിനകത്ത് വിസ്പറിലും സ്റ്റേഫ്രിയിലും 10 പാഡുകളിലും ഗവൺമെന്റ് ടെസ്റ്റ് ചെയ്തതിലുള്ള കെമിക്കലിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഈ സൈഡിൽ എഴുതിയിരിക്കുന്ന മൊത്തം കെമിക്കലിന്റെ പേരുകളാണ്. ഇപ്പോഴത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടോ, ND എന്ന N.D നോട്ട് ഡിറ്റക്റ്റഡ് ഇല്ലാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 0%, 1% പോലും കെമിക്കലില്ല ഈ പാഡ്, ഈ ജെല്ലിനകത്ത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ, 60 മില്ലി വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് അല്ലേ, സിറിഞ്ചിൽ, ശരിയല്ലേ? എത്ര ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്? അത് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഈ ജെല്ലിനെ ഇടാൻ പോകും. ഓക്കെ, കിട്ടു. ഇനി വെള്ളം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു 1 to 10 കൗണ്ട് ചെയ്യും, 1 തൊട്ട് 10 വരെ. 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കണ്ടല്ലോ, അതായത് 10 സെക്കൻഡ് കൊണ്ട് 250 മില്ലി ബ്ലഡിനെ ഇവൻ അബ്സർവ് ചെയ്യും. നിങ്ങൾ കൈ തൊട്ടപ്പോൾ നനയാത്തത് അതുകൊണ്ടാണ്. ഉണങ്ങിയിരുന്നില്ലേ, ഇതാണ് കാരണം. അങ്ങനത്തെ ഒരു പാടി ഇന്ത്യയിലില്ല.